October 2nd is Gandhi Jayanti, a day remembering Gandhiji, father of our nation. We are living in an era where Gandhiji, his principles and teachings are hardly remembered. We are living in an era where Gandhiji's killers are being glorified. Remembering Gandhiji has been reduced to only on Gandhi Jayanti day. My new Malayalam poem, Gandhi Smriti, is a reminder to follow Gandhiji and his teachings. വട്ടത്തിലുള്ളൊരു കണ്ണടയും വച്ച് കയ്യിലൊരു വടിയുമായി മോണ കാട്ടിച്ചിരിക്കുമർത്ഥനഗ്നൻ അതാണു ഞങ്ങളുടെ ഗാന്ധിയപ്പൂപ്പൻ. പോർബന്ദർ എന്നൊരു നാട്ടിൽ ജനിച്ച് ശൈശവത്തിൽ വിവാഹം കഴിച്ച് ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്ററായി സൗത്ത് ആഫ്രിക്കയിൽ ജോലിയും ചെയ്തു. വർണ്ണവേറി കണ്ടു മനസ്സു മടുത്തു നാട്ടിൽ തിരിച്ചെത്തി നാടിനെ സേവിച്ചു. ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കുവാൻ സത്യഗ്രഹമെന്നൊരായുധം പ്രയോഗിച്ചു. ഒരു തുള്ളി ചോര പൊടിയാതെ തന്നെ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ചു. അങ്ങനെ താൻ രാഷ്ട്രപിതാവുമായി മഹാത്മാവെന്നൊരു പേരും ലഭിച്ചു. രാഷ്ട്രത്തെ വെട്ടിമുറിച്ചതു കാരണം നാട്ടിൽ കലാപം കലുഷിതമായി. വർഗീയ ലഹളകൾ വർദ്ധിച്ച കാരണം രാഷ്ട്രപിതാവതി ദുഃഖിതനായി. പ്രാർത്ഥനാനിരതനായി കഴിഞ്ഞ നാളൊന്നിൽ മതവെറി പൂണ്ടൊരു മനുഷ്യന്റെ തോക്കാൽ രാഷ്ട്രപിതാവിന്റെ ജീവൻ പൊലിഞ്ഞു. ലോകം മുഴുവൻ അതിദുഃഖിതരായി. ഈർഷിതുല്യമാം തന്റെ ജീവിതം കണ്ട് ആരാധ്യനായി താൻ ലോകം മുഴുവൻ അഹിംസയാൽ ലോകത്തെ കീഴടക്കിയവൻ മതവെറിക്കാരന്റെ ഹിംസയ്ക്കു പാത്രമായി. ഗാന്ധി തൻ ലളിതമാം ജീവിതം കണ്ട് ശിഷ്യരും അങ്ങനെ ജീവിക്കാൻ നോക്കി. ഖദറിട്ടാൽ ഗാന്ധിയനാണെന്ന ധാരണ ആദ്യകാലത്തൊക്കെ നാട്ടിൽ പരന്നു. കാലചക്രമേറെ തിരിഞ്ഞു വന്നപ്പോൾ ഖദറിൻ്റെയുള്ളിലും ഹിംസകരായി. സത്യഗ്രഹം പോയി ഹർത്താലും ബന്ധും തല്ലിപ്പൊളിക്കലും നാട്ടിൽ പരന്നു. ഒക്ടോബർ 2 ആഘോഷമൊഴിച്ചാൽ ഗാന്ധി ലോകത്ത് വിസ്മൃതനായി. ഗാന്ധിസവുമെങ്ങോ പോയി മറഞ്ഞു. സ്വാർത്ഥത മാത്രം എങ്ങും നിറഞ്ഞു. ഗാന്ധി പഠിപ്പിച്ച മൂല്യങ്ങളൊന്നും പാലിക്കാൻ ആർക്കും താൽപ്പര്യമില്ല. ഏതാനും പ്രതിമകൾ, റോഡുകൾ, പിന്നെ സ്ഥാപനങ്ങൾ തന്നിൽ ഗാന്ധി ഒതുങ്ങി. രാഷ്ട്രപിതാവിന്റെ സ്ഥാനത്തു നിന്നും നിഷ്കാസിതനായാൽ അത്ഭുതമില്ല. ആ പ്രാണനെടുത്തതിൻ കാരണമായവർ രാഷ്ട്രപിതാവായാൽ അത്ഭുതമില്ല.